നിങ്ങളുടെ കടബാധ്യത പെട്ടെന്ന് മാറ്റാനുള്ള 6 വഴികൾ ഞാൻ പറഞ്ഞുതരാം. അതിലൊന്നാമതായിട്ട്, നമ്മൾ നമ്മളോടോ മറ്റുള്ളവരോടോ ആയിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഈ കടം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ, കടം എനിക്ക് സ്വൈര്യം തരുന്നില്ല എന്ന് പറയുന്നത്. ആ ഒരു കാര്യം നമ്മൾ ആദ്യം നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റുക. രണ്ടാമതായിട്ട്, എനിക്ക് എത്ര പണം സമ്പാദിക്കണം എന്ന കാര്യം നമ്മൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ അഫേം ചെയ്യുക. മൂന്നാമതായിട്ട്, നമ്മൾ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കടമുള്ളപ്പോൾ എങ്ങനെയായിരിക്കും, ദൈവമേ എനിക്ക് ഇത്രയും കടമുണ്ട്, എൻ്റെ കടങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് തീർത്ത് തരണേന്നായിരിക്കുമല്ലോ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കടം എന്നത് ഒരു നെഗറ്റീവ് വാക്കാണ്. അപ്പോൾ ദൈവമേ എൻ്റെ കടം ഇത്രയും മാറ്റി തരണേ എന്ന് പറയുന്ന സമയത്ത് വീണ്ടും നമ്മൾ ആ കടത്തെ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മളിലേക്ക് ആ പ്രാർത്ഥനയിലൂടെ കടങ്ങൾ കയറി വരും. അതിന് പകരമായി, ദൈവമേ എനിക്ക് ഇത്രയും പണം അട്രാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞതിലും എന്നിലേക്ക് പണം ഒരുപാട് വരുന്നതിനും ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എന്ന രീതിയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അടുത്തതായിട്ടുള്ളത്, നമ്മുടെ വരുമാനത്തിൽ നിന്ന് 30% മാത്രം നമ്മൾ കടത്തിനായിട്ട് ഉപയോഗിക്കുക. അതേപോലെ തന്നെ എത്ര ചെറിയ വരുമാനമാണെങ്കിൽ കൂടിയും അത് നമ്മൾ സേവ് ചെയ്യുന്നതിന് പകരം നമ്മൾ അത് എന്തിലേക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. അവസാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ കടബാധിതനാണ് എന്നുള്ള ആ ഒരു ബോധം നിങ്ങളിൽ നിന്ന് മാറ്റി ഞാനൊരു ധനികനാണ് എന്ന രീതിയിലുള്ള ബോധാവസ്ഥ നിങ്ങളിലേക്ക് കൊണ്ടുവരിക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്ക്. യു ക്യാൻ സീ ദ മിറാക്കിൾ ഇൻ യുവർ ലൈഫ്.